ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ, അവര് കുഴപ്പം വല്ലതും ഉണ്ടാക്കുവോ? ആര്? അതാ പോലീസുകാര്. അവര് നമ്മളെ കണ്ടിട്ടുണ്ട്, വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് അവര് കണ്ടിട്ടുണ്ട്. ഒന്ന് പോടാ അവിടുന്ന്. ആ ഇരുട്ടത്ത് അവര് നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴാ അല്ല, ജീപ്പിന്റെ നമ്പർ കണ്ടിട്ടുണ്ടാവോ? എന്റെ പൊന്ന് കമല, നീ ഒന്ന് അടങ്ങിയിരിക്കേ. ഇത് എന്തൊരു പേടിയത്? എങ്ങനെ അടങ്ങിയിരിക്കാനാണ് എന്റെ ആശാനെ? പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. കോടതി കാണുമ്പോ തന്നെ എന്റെ ബോധം പോവും. പിന്നെ നടക്കുന്നതും പറയുന്നതെല്ലാം ആശാനെന്ന ഒറ്റ ഒരാളുടെ ബലത്തിലാ. ആ പറഞ്ഞ ആള് നിന്റെ ഒപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്ത് വന്നാലും നിനക്കൊന്നും സംഭവിക്കില്ല. അതുപോലെ അത് മാത്രം പോരാ ആശാനെ. എന്റെ ആശാനൊന്നും സംഭവിക്കരുത്. എനിക്ക് എന്നേക്കാൾ വലുത് എന്റെ ആശാൻ തന്നെയാ. പക്ഷെ എനിക്ക് പേടിയാണ് ആശാനെ. ഇവനിത് എന്തൊക്കെയാ കമല നീ പറയണേ? നീ ഇങ്ങനെ പേടിച്ചിട്ട് പിച്ചും പെയ്യും പറയാതിരിക്കേ. അതല്ല ആശാനെ, നമ്മൾ ആ പയ്യന്റെ ബോഡി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിട്ടല്ലേ കുഴിച്ചത്. ബോഡി കണ്ടില്ലല്ലോ. ആ ഇപ്പോ നമ്മൾ ഈ പോലീസ് മുഖത്തിൽ പിടിക്കുവാണെന്ന് വിചാരിച്ചോ? ഇപ്പോ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മണ്ണി മാന്തെന്ന് പറയാലോ. ഉദാഹരണത്തിന് വാഴയോ കപ്പയോ തെങ്ങോ അങ്ങനെ എന്തെങ്കിലും നടാൻ വേണ്ടി കുടിയെടുത്തതെന്ന് പറഞ്ഞ നമ്മളെ ആരും സംശയിക്കില്ലല്ലോ അച്ഛനെ. നിനക്കേ ഭീകര ബുദ്ധിയാ. നീ ഞാൻ കാണുന്ന പോലെ അല്ല കേട്ടോ. ആശാന് കൂടെ നടന്ന് കിട്ടിയ ബുദ്ധിയൊക്കെയാ ഞാനിങ്ങനെ ക്രിട്ടിക്കൽ സമയത്ത് പുറത്തെടുക്കുന്നത്. അപ്പൊ അച്ഛനെ നമുക്ക് അങ്ങനെ പറയാലേ? ഇവനൊരൊറ്റ ഇവിടെ പാതിരാത്രി അവിടെ കപ്പ കൃഷിയും വാഴ കൃഷിയും എന്നൊക്കെ അവരിങ്ങോട്ട് വെച്ചാൽ നീ എന്ത് പറയാ അവരോട്? അപ്പൊ അച്ഛനെ അതും കുഴപ്പമാണല്ലേ? എടാ മണ്ടത്തരം പറയല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞ് തടി ഊരാന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുവായിരുന്നു. എടാ കമല, നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളെ ആരും കണ്ടിട്ടില്ല. നമുക്കൊന്നും അറിയാനും പാടില്ല കേട്ടാ. നീ ഇന്ന് രാത്രി എവിടെയായിരുന്നു അവർ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ പറയാ? ആശാന്റെ കൂടെ പറയാം. അല്ല, വീട്ടിൽ കിടന്ന് മൂടി പതച്ച് കിടന്ന് ഉറങ്ങായിരുന്നു വേണം പറയാൻ. അല്ല, ഇനിയിപ്പോ അങ്ങനെ പറയേണ്ട സാഹചര്യമൊന്നും ഞാൻ ഒരുക്കില്ല. ഇനി എങ്ങാനും പറയേണ്ടി വന്നാ അങ്ങനെ പറയാവൂ കേട്ടാ. പിന്നെ ഞാൻ നമ്മുടെ ആ ഓട്ടോ കടന്നെടുത്ത് നിന്നെ കൊണ്ടുവിടാം കേട്ടോ. ഈ സാധനങ്ങള് മമ്മട്ടി പിക്കാസ് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കഴുകി വെച്ചിട്ട് കിടന്നോളണം. ആരെങ്കിലും വന്നെടുത്ത് നോക്കിയ അങ്ങനെ നോക്കില്ല. ഇനി എങ്ങനെ നോക്കിയ രാത്രി പണിയെടുത്തതിന്റെ ഒരു ലക്ഷണവും അതിൽ കാണാൻ പാടില്ല. ഓക്കെ അച്ഛനെ. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ ഒരു കുഴപ്പമില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. നീയേ ആ പെങ്കുച്ചിന്റെ സ്വപ്നം കൊണ്ട് ഉറങ്ങ്. നമ്മുടെ ജയശ്രീനെ നമ്മളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അച്ഛനെ. എന്തായാലും നിനക്കൊരു താങ്ക്സ് ഉണ്ട്. ഈ രാത്രിയിൽ വരാൻ മനസ്സ് കാണിച്ചല്ലോ. അതെന്ത് വർത്തമാനോ ആശാനെ? എന്റെ അച്ഛൻ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുവോ? ഒരല്പം പേടിയൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്നാലും ആശാനെ കൊലക്കയറി വീഴുന്ന ഉറപ്പാണെങ്കിൽ ശരി, എന്റെ ആശാൻ വിളിച്ച് ഞാൻ വരും. ആശാനത് എന്താന്ന് വെച്ചാലേ, ആശാന് കഴിഞ്ഞ് എനിക്ക് ഞാൻ പോലും ഉള്ളൂ.